സ്ത്രീകൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന്, വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് അർഹതയുണ്ടെന്ന്, വിവാഹാലോചന സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും വിവാഹ സമയത്ത് വിവാഹമൂല്യം ലഭിക്കുവാനുള്ള അവകാശമുണ്ടെന്നും, മാതാവെന്ന നിലയിൽ പിതാവിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണെന്നും, മരണാനന്തരം നന്മകൾക്കുള്ള പ്രതിഫലവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനത്തിന് അർഹതയുണ്ടെന്നും എന്നീ ഉത്ബോധനങ്ങളിലൂടെ സ്ത്രീകൾക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാത്ത അവകാശങ്ങൾ നൽകിയ പ്രവാചകൻ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്നും സന്താനങ്ങളോടും അതുപോലെ തന്നെ സന്താനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും അവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്നും അവർക്കിടയിൽ തുല്യത കാണിക്കണമെന്നും മാതാപിതാക്കളോടും കൽപ്പിച്ച പ്രവാചകൻ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല, താൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കാത്തിടത്തോളം, താൻ വെറുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വെറുക്കാത്തിടത്തോളം വിശ്വാസിയല്ല എന്നും, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ദാനധർമ്മം ചെയ്യുക, അതിന് കഴിവില്ല എങ്കിൽ അധ്വാനിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നിർവഹിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുക, അതിനും കഴിവില്ല എങ്കിൽ ശരീരം കൊണ്ട് സഹായിക്കുക, അതിനും കഴിവില്ല എങ്കിൽ ഒരാൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക, അതിനും സാധിക്കുന്നില്ല എങ്കിൽ തിന്മയിൽ നിന്നെങ്കിലും മാറി നിൽക്കുക, അതും ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മൗനത്തേക്കാൾ നല്ലത് ഉന്നതമായ സംസാരമാണെന്നും, എന്നാൽ മൗനമാണ് മോശമായ സംസാരത്തേക്കാൾ നല്ലതും എന്നും, ഏകാന്തതയേക്കാൾ നല്ലത് നല്ല കൂട്ടുകെട്ടാണെന്നും, എന്നാൽ ഏകാന്തതയാണ് മോശമായ കൂട്ടുകെട്ടിനേക്കാൾ നല്ലതെന്നും പഠിപ്പിച്ച പ്രവാചകൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയുവാനുണ്ടാകും. പ്രവാചകന്റെ നിസ്സാരമെന്ന് തോന്നുന്ന ഉത്ബോധനങ്ങൾക്ക് പോലും ഒരുപാട് പ്രായോഗിക പ്രസക്തിയുണ്ട്. ഒരിക്കൽ കുറച്ച് ഗ്രാമീണർ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, താങ്കളുടെ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കാറുണ്ടോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, അതെ, തീർച്ചയായും. അപ്പോൾ ഗ്രാമീണർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങളത് ചെയ്യാറില്ല. പ്രവാചകന്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും കാരുണ്യത്തെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറയുവാൻ സാധിക്കുക? സന്താനങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടമാക്കണമെന്ന് പ്രവാചകൻ എപ്പോഴും പറയുമായിരുന്നു. ഇതിൻ്റെ പ്രസക്തി ഞാൻ പറഞ്ഞു തരാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ കമ്പനിയുടെ മേധാവിക്ക് ഒരാൾ വിലയേറിയൊരു സമ്മാനം നൽകിയിട്ട് പറഞ്ഞു, താങ്കൾ ഇത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിക്ക് നൽകുവാൻ. അന്ന് രാത്രി ആ കമ്പനി മേധാവി വീട്ടിൽ വന്നിട്ട് തൻ്റെ ചെറിയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ ഇത് എടുത്തുകൊള്ളൂ. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, ഞാൻ തിരക്കുള്ള വ്യക്തിയാണ്, അപൂർവമായി മാത്രമേ നീയുമായി ഞാൻ സംസാരിക്കാറുള്ളൂ, പലപ്പോഴും നിന്നെ വഴക്ക് പറയുവാനാണ് ഞാൻ ആ സമയം ഉപയോഗിക്കാറ്. എന്നാൽ മോനൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണ്. ആ കുട്ടി പിതാവിൻ്റെ നേരെ തറപ്പിച്ച് നോക്കി. ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റ് വീണു. എന്നിട്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, അച്ഛൻ, ഞാൻ വിചാരിച്ചു അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്, ഈ ലോകത്താരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല. പ്രവാചകന്റെ നിസ്സാരമായൊരു ഉത്ബോധനം എത്രമാത്രം പ്രായോഗികമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ജോർജ് ബെർണാഡ് ഷാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് പറഞ്ഞത്, ഐ ഹാവ് സ്റ്റഡിഡ് ഹിം, ദ വണ്ടർഫുൾ മാൻ, ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്, മാനവരാശിയുടെ മോക്ഷദായകൻ എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയേണ്ടതെന്ന്. ലമാർട്ടിൻ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു, ഫിലോസഫർ, ഒററ്റർ, അപ്പോസ്റ്റൽ, ലെജിസ്ലേറ്റർ, വാരിയർ, conqueror of ideas, restorer of rational dogmas of a cult without images, founder of 20 terrestrial empires and one single empire. That is Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, മതനേതാവ്, നിയമനിർമ്മാതാവ്, പടയാളി, യുക്തിഭദ്രമായൊരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെ മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് സസൂക്ഷ്മം അളന്നാലും നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്.
മാനവരാശിയുടെ മോക്ഷദായകൻ എന്ന് ജോർജ് ബെർണാഡ് വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ചിലർ തിന്മകളുടെ പ്രതീകമായി ചിത്രീകരിക്കുന്നത്. മക്ക വിജയവേളയിൽ ശത്രുക്കൾക്ക് മാപ്പ് നൽകിയതിലൂടെയാണ് മാപ്പ് എന്ന പദത്തിന് ഏറ്റവും ഔന്നത്യം ലഭിച്ചതെന്ന് സ്റ്റാൻലി ലെയ്ൻ പൂൾ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് പ്രതികാരദാഹിയാണെന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. കണ്ടം വെച്ച് സ്വയം തുന്നിക്കൂട്ടിയ ഈ മനുഷ്യൻ അനുസരണ വിധേയനായതുപോലെ മനുഷ്യ ചരിത്രത്തിൽ മറ്റാരെയും അനുസരിച്ചിട്ടില്ല എന്ന് തോമസ് കാർലിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു ഭൗതിക മോഹി എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. ഏതു കോണിലൂടെ നോക്കിയാലും അദ്ദേഹം ഒരു വ്യാജവാദിയായിരുന്നില്ലെന്ന് H.G. വെൽസ് ദ ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററിയിൽ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ഒരു വ്യാജ പ്രവാചകൻ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് കവിയെന്നോ പ്രവാചകനെന്നോ വിളിക്കാം. എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന വാക്കുകൾ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകളല്ല എന്ന് ടോർ ആൻഡ്രോ വിശേഷിപ്പിച്ച പ്രവാചകന്റെ വചനങ്ങളെയാണ് ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങൾ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. പ്രവാചകൻ നടത്തിയ സമരങ്ങളൊന്നും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കോ ഒരു ഏകാധിപത്യ ഭരണം സ്ഥാപിക്കുവാനോ ആയിരുന്നില്ലെന്നും മറിച്ച് നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന് വാഷിംഗ്ടൺ ഇർവിൻ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമരങ്ങളെയാണ് ഒരു യുദ്ധക്കൊതിയന്റെ സമരങ്ങളായി ആളുകൾ ചിത്രീകരിക്കുന്നത്. മുഹമ്മദിനെ സംബന്ധിച്ച് വായിക്കും തോറും എന്തെന്നില്ലാത്ത ബഹുമാനമാണ് എൻ്റെ മനസ്സിലെന്ന് ഡോക്ടർ ആനി ബസൻ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ബഹുമാനത്തിന് അർഹനല്ല എന്ന് ചിലർ വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇസ്ലാമിൻ്റെ ശക്തിവാളിലല്ല, മറിച്ച് ഇസ്ലാമിക ദർശനത്തിൻ്റെ അജയ്യതയിലും മുഹമ്മദ് എന്ന വ്യക്തിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തിലുമാണെന്നും പ്രവാചകനെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു ഗ്രന്ഥം വായിക്കുവാൻ എൻ്റെ കയ്യിലില്ല എന്ന് പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞ ആ മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് അന്തിക്രിസ്തു എന്ന് വിളിച്ച് പലരും ആക്ഷേപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടുള്ള ആരും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലമാർട്ടിൻ മനുഷ്യ സമൂഹത്തോട് ചോദിച്ച ചോദ്യം, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹീ? ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളത് എന്ന്. ആ മഹാനായ വ്യക്തി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചതും മർദ്ദനങ്ങൾ സഹിച്ചതും പലായനം ചെയ്തതും ഉന്നതമായൊരു തത്വം ഉയർത്തിപ്പിടിക്കുവാനാണ്. ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന മഹത്തായൊരു തത്വം. ആ തത്വം ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ മനുഷ്യ ദൈവങ്ങളുടെയും പുരോഹിതരുടെയും അടിമത്വത്തിൽ നിന്നും സ്രഷ്ടാവിൻ്റെ അടിമത്വത്തിലേക്കും ഇഹലോകത്തിൻ്റെ കുടുസിൽ നിന്നും അതിൻ്റെ വിശാലതയിലേക്കും മതങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ നീതിബോധത്തിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിന് ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اهدنا للكتاب والسنة وامتنا مع الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم.